ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം നോഫിയ. ഒരു ആഫ്റ്റർ 4 ഇയേഴ്സ് ഞാൻ ഒരു വീഡിയോ ഇടുകയാണ്. ലാസ്റ്റായിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടത് ഒക്ടോബർ 2, 2020 വീഡിയോ ഇട്ടത്. ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പം ഒരു 20 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. 2 ഷോർട്സ് ഇട്ടായിരുന്നു. പക്ഷേ വ്ളോഗ് വീഡിയോ ഇട്ടത് ലാസ്റ്റ് ഒക്ടോബർ 2020 അപ്പോൾ 4 വർഷം കഴിഞ്ഞ് എനിക്ക് വീഡിയോയിൽ ആക്ച്വലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് പറയണം എന്ന് കൂടി അറിയത്തില്ല. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ എന്ത് പറയണം അങ്ങനെ ഒരു ഇതിലാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അതിനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, ബാക്കിൽ ഭയങ്കര തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ എന്നുവെച്ചാൽ എപ്പോഴും വീഡിയോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ കുറച്ച് ആ ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വന്ന്. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഇത് ഒരു പർപ്പിൾ ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വാങ്ങിയതല്ലേ, ഇത് വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആ ഒരു ഇത് മാറുകയും ചെയ്യും, ഒരു ചെറിയൊരു കണ്ടൻറ്റും കിട്ടി. അപ്പം ആ രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വന്നത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനൊരു പാക്കേജിങ്ങാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയായിരുന്നു, ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല. ഒന്ന് ഓപ്പൺ ആക്കി ഒരു ലിപ്സ്റ്റിക്ക് മാത്രം, എനിക്ക് എൻ്റെ ഷെയ്ഡ് എങ്ങനെയാവും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി, അല്ലാതെ ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്കിത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇത് ഞാൻ നോക്കിയ ലിപ്സ്റ്റിക്ക് തന്നെ. ഇത് ഒരു മെബലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് എന്ന് പറയുന്നത് 62 ഇറസിസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡിൽ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഈ ഷോപ്പിൽ ചെന്ന് വാങ്ങുന്നവർക്കല്ല, അല്ലാതെ വാങ്ങുമ്പോൾ ഷെയ്ഡിൽ നമ്മുടെ സ്കിൻ ടോണ്, ലിപ്സിൻ്റെ കളർ എല്ലാം വെച്ച് എങ്ങനെ ആവുമെന്ന് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. എന്തായാലും ഒരുപാട് നോക്കി വാങ്ങി. കൊള്ളാൻ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കിന് റേറ്റ് 509 ആണ് ആയത്. ഞാൻ വാങ്ങിയ സമയത്തുള്ള റേറ്റ് ആയിരുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു റെറ്റിനോൾ 0.3% റെറ്റിനോൾ ഫേസറും വാങ്ങിയായിരുന്നു. അതാണിത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ടിയർ ചെയ്യണം, ടിയർ ടു ഓപ്പൺ. സോറി, ഞാൻ വിചാരിച്ച നമുക്കൊന്നും വന്നില്ല. ഓക്കെ, എന്തായാലും നോക്കാം. ഇത് 10 ml 10 ml ഉള്ളൂ. അതുപാട് 10 ml ഉള്ളൂ. ഇത് റെറ്റിനോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ട, 10 ml വാങ്ങി ഒന്ന് നോക്കിയിട്ട് വേറെ നോക്കാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും ഞാൻ 10 ml കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. ഇത്രയേ ഉള്ളൂ 10 ml. മിനിമലിസ്റ്റ് 0.3 റെറ്റിനോൾ. ഓക്കെ, അതിൻ്റെ റേറ്റ് 249 ആണ് 10 ml ആയത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്താ ഇത് ഫ്രീ എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തപ്പം എനിക്ക് 3 items ഫ്രീ കിട്ടിയായിരുന്നു. അപ്പം അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, ഫ്രീ കിട്ടിയത്. ഇതും ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇതും ഫ്രീ ആണ്. അതൊക്കെ ലാസ്റ്റ് കാണിക്കാം. ഇതും ഫ്രീ ആണ്. ലാസ്റ്റ് പിന്നെ അടുത്തതായിട്ട് ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസർ ആണ്. കിക്ക തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കിക്ക കാമിങ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അറിയത്തില്ല, നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വാങ്ങിയൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനൊരു മോയ്സ്ചറൈസറാണ്. ഇത് എത്ര ഗ്രാം ആയിരുന്നു? ഇത് 50 ഗ്രാമാണ്. ഇതിന് റേറ്റ് വന്നത് 50 ഗ്രാമിന് 284 ആണ് ആയത്. ഓക്കെ, അടുത്ത കോസ്ട്രക്സിൻ്റെ ഒരു അഡ്വാൻസ് നെയിൽ 96 മിക്സിൻ പവർ എസൻസ് സെറമാണ്. ഇത് ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ ടൈമിലെ റേറ്റ്
1305 ആണ് ആയത്. 1305 ആണ് ആയത്. ഇത് 100 ml ഉണ്ട്. നല്ല ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം വാങ്ങിയിട്ട് തന്നെ ശരി ഓർമ്മയില്ല. അടുത്ത അങ്ങനെ അതാണ്. പിന്നെ നെക്സ്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണറാണ്. ടോണർ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ടോണർ യൂസ് ചെയ്യുന്നത്. ഇത്രയും നാളും ടോണർ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടോണർ. അപ്പം ടോട്ടൽ ഡോട്ട് ആൻഡ് കീയുടെ 2 പ്രോഡക്റ്റ്സ്, ഒരു മോയ്സ്ചറൈസറും വാങ്ങി, അതുപോലെ തന്നെ ഈ ഒരു ടോണറും വാങ്ങി. അപ്പോൾ 2 ഐറ്റം വാങ്ങിയുകൊണ്ട് എന്തോ ചെറിയ ഓഫർ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഡോട്ട് ആൻഡ് കീസ് ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ ടോണർ 5 ceramides and rice water. ഇത് 150 ml ഉണ്ട്. ഇതിന് റേറ്റ് വന്നത് റേറ്റ് ഇല്ലേ ഇതിന് ഈ 150 ml 284 ആണ് ആയത്. ഓക്കെ, ഞാൻ വീഡിയോ ആംഗിൾ കറക്റ്റ് അല്ലെന്ന് തോന്നുന്നു. ഇത് 150 ml 284 റുപ്പീസാണ് ആയത്. അപ്പം ഇത്രയും വാങ്ങിയപ്പോൾ എന്തോ ഒരുപാടുള്ള കണക്ക് തോന്നി. എടുത്തപ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. ഇത് ഇത്രയും വാങ്ങിയപ്പം എനിക്ക് 3 ഐറ്റംസ് ഫ്രീ കിട്ടിയായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഫ്രീ കിട്ടിയത് ഇത് കാണാൻ തന്നെ ഇല്ല, അത്രയും വലിയ പക്ഷെ ഭയങ്കര വലുതാണ്. ഇത് ഇളക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചാൽ എന്താണ് ഇത് ഫിറ്റ്മിയുടെ ഭയങ്കര കുഞ്ഞത് മെബലിൻ ഫിറ്റ്മിയുടെ ഒരു പ്രൈമർ, പോർലെസ് പ്രൈമറാണിത്. അതാണ് ഫസ്റ്റ് ഫ്രീ കിട്ടിയത്. പിന്നെ ഡേം ഡോക്കിൻ്റെ ഫുഡ് ക്രീമാണ്. അതൊക്കെ എന്തിനാണ് എന്നുവെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്താ ഫ്രീ നമുക്ക് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും കണ്ടിട്ട് ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. എന്നാലും പിന്നെ ഫ്രീ കിട്ടുന്നതാണല്ലോ, ഫ്രീ സെലക്ട് ചെയ്യണമല്ലോ, അങ്ങനെ സെലക്ട് ചെയ്യുക. പിന്നെ ഫ്രീ ഉള്ള എൻവൈബയുടെ ഇത് എനിക്ക് കിട്ടിയപ്പം ഓക്കെ, ഇത് ഞാൻ വാങ്ങണം, ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചത്. എന്തായാലും ഇത് ഫ്രീ കിട്ടിയത് കൊള്ളാം. അപ്പം യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഇനി വാങ്ങാമല്ലോ. ഇതും എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ്. പിങ്ക് ടോപ്പസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രോക്ക് ക്രീമാണ്. എല്ലാം ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഭയങ്കര സാമ്പിൾ പാക്കേജിങ് ആയിരിക്കും. എന്നാലും നമുക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് വാങ്ങാമല്ലോ. അങ്ങനെ ഒരു ചെറിയ ഒരു പാക്കേജിങ്ങിൽ വരുന്ന സ്ട്രോക്ക് ക്രീമാണ്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഇതെല്ലാം കൂടെ എത്രയാ ടോട്ടൽ എനിക്ക് 2631 ആണ് ആയത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എന്ത് വീഡിയോ എടുക്കണം എന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇടുന്ന ഇത് അങ്ങ് മാറി. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം. സത്യം പറഞ്ഞാൽ അതൊക്കെ പറയാൻ തന്നെ മറന്നുപോയി. എന്തൊക്കെയോ ഇങ്ങനെ മുൻപ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയുമായിരുന്നു. ഇപ്പം അതൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.